അപ്പോഴേ അപ്പുറത്ത് പോകാന്ന് പറഞ്ഞാ നിന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നത്. നീ നാവിടത്ത് വളച്ചപ്പോ എനിക്ക് തോന്നി ഈ വഴി പെരുവഴി ആവുന്നു. ഇപ്പൊ ഞാൻ പറയണ കുറ്റമായത്? നീ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ പൈസ വെച്ചു. എടാ അത് തരാം. നീ എപ്പ തരാന്ന്? എടാ അയച്ചു തരാം. പിന്നെ നീ സെൽഫിഷ് ആയിരുന്നു. സെൽഫിഷിന്റെ കാര്യം ഓർത്ത് നീ ഇന്നലെ മീൻപുറത്തോടെ കുത്തിക്കേറ്റില്ല. ഞാൻ അതിന്റെയും കൂടി 130 രൂപ കിട്ടേ. എടാ താരാടാ. എപ്പ തരാന്ന് പറഞ്ഞില്ലടാ. എന്നെ പറ്റിക്കാൻ നോക്കിയാ. നീ നാവെടുത്ത് പ്രാകരുത്. നിന്റെ 130 കൂടുതലേ. ഇപ്പൊ തന്നെ തരാം. എന്നെ തന്നെ വേഗം സ്കാനർ അയച്ചിട്ടെ. വേണ്ട വേണ്ട, നീ എന്നെ പറ്റിക്കും. ഞാൻ സ്കാനർ അയച്ചിട്ടെ. എന്നാ കൊണ്ടുവാ. എന്നാ ഓക്കെ. എടാ വീട് കൊള്ളാം. എന്നാ ഞാൻ ആ വീട്ടിൽ കയറട്ടെ. വീട്ടിൽ നീ പോണ്ട. അതെന്താ? ഞാൻ പോയിക്കോളാം. കുഴപ്പമില്ല. ഒന്നാമത് നിന്റെ ബോഡി ഒട്ടും ഫിറ്റ് അല്ല. തെള്ളി നിക്കണ വയറും അതേപോലെ എടാ വാവേ. എടാ കരുനാക്ക മോനെ ബോഡി ഷെയിം ചെയ്തല്ല. പിന്നെ നിന്നെ കൊണ്ട് പറ്റൂലടാ മോനെ. ആ വീട്ടിൽ നീ പോണ്ട. ആ വീട്ടിൽ ചേട്ടായി പോവാ. നീ എവിടെ നില്ലേ? എന്റെ പച്ചട്ടിയിൽ നീ അരി വെറുക്കാറായിട്ടില്ല മോനെ. ബോഡി ഷെയിമും ചെയ്ത് എന്റെ കോൺഫിഡൻസും കളഞ്ഞ് പോകണ തേണ്ടി നീ വെടിമുടിയാവണം. ദൂരക്കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക നല്ല അടിപൊളി കാറ്, ഗോൾഡൻ റിട്രീവർ, ഷിറ്റ്സു, ബീഗിൾ, അമ്മേ ബോക്സർ. നമസ്കാരമുണ്ട്. ഇവിടെ മുണ്ടും തുണിയൊന്നുമില്ല സാർ. ഉടുതുണി മുണ്ടല്ല. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ടെന്നാ ഉദ്ദേശിച്ചേ. എന്താ സാർ? എന്റെ പേര് രാഹുൽ. രാഹുൽ ആർ നായർ. ഞാനൊരു നായരാണ്. നീ നായരാണ്. ഞാൻ എന്ത് ചെയ്യണം? ഓ മൈ ഗോഡ്, കുരിശ്. ജാതിക്കളി വാളി. സാർ ഞാൻ വരുന്നത് പാതാളത്തു നിന്നാണ്. അത് നിന്നെ കണ്ടപ്പോ തന്നെ അറിയാം നീ ഭൂമിയിലൊന്നും ഉള്ളതല്ലെന്ന്. അയ്യോ സാർ, ഞാൻ ആ പാതാളല്ല ഉദ്ദേശിച്ചത്. ഞാൻ എറണാകുളം ജില്ലയിലെ പാതാളം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നെന്നാ ഉദ്ദേശിച്ചത്. എന്താണാവോ കാര്യം? സാറിന്റെ പേരെന്താണ്? എന്റെ പേര് ചോദിക്കാൻ വേണ്ടിയാണോ നീ പാതാളത്തിൽ നിന്ന് വന്നത്? അയ്യോ സാർ, അതല്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഐ ആം റിട്ടയർഡ് ഹവിൽദാർ ജെയിംസ് ആൽബർട്ട് ഡിസൂസ. സൈക്കോ സാധനം ഒട്ടിച്ച് കൈ കൊടുക്കാം. സാറിന്റെ ആ ബോഡി കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഒരു പട്ടാളക്കാരനായിരിക്കുന്നു. പിന്നെ എനിക്ക് ആ താടി കണ്ടപ്പോഴാണ്. സാർ താടി എന്റെ കെട്ടിയോള് സൂസിക്ക് താടി ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഇത്തിരി മോഡേണാണ് ശരിക്കും. സാറിനോട് ഞാനിന്ന് 3 ചോദ്യങ്ങൾ ചോദിക്കും. ആ 3 ചോദ്യങ്ങൾക്ക് സാർ ഉത്തരം പറഞ്ഞാൽ വാളാഞ്ചേരി പ്രൊഡക്ട്സിന്റെ ഒരു മൾട്ടി പർപ്പസ് അപ്പച്ചട്ടി സാറിന് സ്വന്തമായി ലഭിക്കും. ചോദ്യങ്ങൾ ചോദിക്കട്ടെ സാർ? സാർ, പിണറായി വിജയന്റെ നാട് എവിടെയാണെന്ന് സാറിന് അറിയാമോ? പിണറായി പിണറായി ഉത്തരം കറക്റ്റ് ആയിരിക്കും സാർ. സാർ വിജയമായി പൂർത്തിയായിരിക്കും സാർ. സാർ ഞാൻ 2ാമത്തെ ചോദ്യം ചോദിക്കട്ടെ സാർ? സാറിന്റെ തലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സാറിന് തലയിൽ ചൂടാൻ പറ്റാത്ത പൂ ഏതാണെന്ന് അറിയാവോ സാറിന്? ഷാംപൂ. സാർ വിജയിച്ചിരിക്കുന്നു സാർ. 2 ചോദ്യങ്ങളും പൂർത്തിരിക്കുന്നു സാർ. 2 ചോദ്യങ്ങളും. 3ാമത്തെയും അവസാനത്തെയും ചോദ്യം ഞാൻ ചോദിക്കട്ടെ സാർ? ഞാൻ ചോദിക്കാം സാർ. ഇപ്പൊ നല്ല ഇൻട്രസ്റ്റ് ആയി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സാർ, കണങ്കാവൽ സിനിമയിൽ വിനായകന്റെ ഒപ്പം അഭിനയിച്ച നടനാരാണ് സാർ? മമ്മൂട്ടി. കറക്റ്റ് സാർ, ഉത്തരം ശരിയാണ്. വാളാഞ്ചേരി പ്രോഡക്റ്റിന്റെ 1899 രൂപ വിലയുള്ള ആ പച്ചട്ടി 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് സാറിന് വെറും 399 ലഭിച്ചിരിക്കുന്നു സാർ. അതൊക്കെ ഞാൻ എടുത്ത് കുറെ നാളിന് ശേഷമാണ് ഇങ്ങോട്ടടുത്ത് കയറി വരുന്നത്. അതെന്താ സാർ? അതെനിക്കൊരു കുഴപ്പമുണ്ട്. എനിക്ക് ദേഷ്യം വന്നാലേ ഞാൻ പിടിച്ചിടിക്കും. അതുകൊണ്ട് ഇങ്ങോട്ടാരും വരാറില്ല. താനിരിക്കും സാർ. എങ്ങനെയാണെങ്കിൽ ഞാൻ സത്യം സാറിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ആ 399 കിട്ടിയിരുന്നെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. നമുക്ക് പോവാ. നമുക്ക് ഇതിപ്പോ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സമ്മാനം ഉണ്ടല്ലോ, ഇതിനകത്ത് നമുക്കൊരു ഓംലെറ്റ് അടിച്ച് കഴിച്ച് സന്തോഷമായിട്ട് വരിക.
എങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യും. അയ്യോ സാർ, നമുക്ക് പോവാ. അയ്യോ സാർ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ടൈം അല്പം കുറവാണ്. അവിടെ ഇരിക്കി. അവിടെ ഇരിക്കി. അത് സാറ് ഇവിടെ അകത്ത് എവിടെയാണെന്ന് വെച്ചാ പോയിരുന്നു. ഇവിടെ ഇവിടെ തന്നെ ഇരിക്കട്ടാ. വാടാ. ഓംലെറ്റ് റെഡിയായി. സാർ വാ കഴിക്കാം. സാർ, നമ്മളിന്ന് ആദ്യമായിട്ട് നിങ്ങളെ പാത്രത്തിൽ ഉണ്ടാക്കിയ ഫുഡാണ്. നമുക്ക് സന്തോഷമായിട്ട് ഇത് കഴിച്ച് പിരിയാം. ഓക്കെ സാർ, വൈ നോട്ട്? എന്താ സാർ, ഓംലെറ്റ് അടി പിടിച്ചോ? പിടിച്ചതല്ലടാ, നിന്റെ ഹാർഡ് കോട്ടിങ്ങിന്റെ മെറ്റീരിയലിന്റെ പേരാണിത്. നിന്റെ ഈ പെയിന്റ് ആണ് ആ മുട്ടയിലിരിക്കുന്നത്. കണ്ടാ സാർ, അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ പാവാണ് സാർ. അയ്യോ എന്റെ അപ്പച്ചട്ടിയിൽ നീ അരി വെറുക്കാറായിട്ടില്ല മോനെ.